മാലടച്ചതേ. ഹേ ഓൾ, മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ലൗഡ് മൂവി ഫ്രാഞ്ചൈസ് ആണ് ദൃശ്യം ഫ്രാഞ്ചൈസ്. ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ദൃശ്യം 3 ലോകമെമ്പാടും മെയ് 21 വ്യാഴാഴ്ച റിലീസ് ചെയ്തിരുന്നു. റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പ്രീസെയിൽ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ദൃശ്യം 50 കോടിയോളമാണ് ഓപ്പണിംഗ് ഡേയിൽ നേടിയത്. അതായത് എമ്പുരാന് ശേഷം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആണ് ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുന്നത്. യാതൊരുവിധ വലിയ പ്രൊമോഷൻ ഇവന്റുകളും ഇല്ലാതെ ദൃശ്യം 3 ഇത് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ദൃശ്യം എന്ന ബ്രാൻഡിന്റെ ശക്തി. ജോർജ് കുട്ടിയും കുടുംബവും എത്രത്തോളം മലയാളി മനസ്സുകൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഈ പ്രീസെയിൽ റെക്കോർഡുകൾ നിങ്ങളോട് സംസാരിക്കും. സിനിമ റിലീസായതിനു ശേഷവും അതിഭയാനകമായ ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സിനിമ റിലീസ് ചെയ്ത് ആദ്യ ഷോകൾ തീർന്നതിന് ശേഷവും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. ഇതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ ദൃശ്യം 1ലൂടെയും 2ലൂടെയും ജോർജ് കുട്ടിയും കുടുംബവും നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ പോലെ ആക്കി തീർക്കാൻ ജിത്തു ജോസഫിനെ കൊണ്ടും അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിലൂടെ ലാലേട്ടനെ കൊണ്ടും അതുപോലെ റാണി അഞ്ജു അനു എന്നീ ക്യാരക്ടേഴ്സ്, പ്രഭാകർ ഗീത പ്രഭാകർ എന്നീ ക്യാരക്ടേഴ്സിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ദൃശ്യം 3 21-ാം തീയതി രാത്രിയിലെ തന്നെ ഷോയ്ക്ക് പോയി കണ്ടതാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതെന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ദൃശ്യം 3 നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കാണുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ, ഒരു 5 പോയിന്റ്സ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. സിനിമ കാണാത്തവർക്ക് ഒരുപക്ഷെ ആ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി കൂടുതൽ ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയേക്കും. സിനിമ കണ്ടവരാണെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ മുന്നിട്ട് ആ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയിൽ ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ദൃശ്യം ഒരു ക്രൈം ത്രില്ലറിൽ നിന്ന് ഒരു സർവൈവൽ ഡ്രാമയിലേക്ക് ജേണർ ഷിഫ്റ്റ് ആവുന്നതിനെ കുറിച്ച്. അതെ, ദൃശ്യം 3 എന്നത് ഒരു സർവൈവൽ ത്രില്ലറാണ് അല്ലെങ്കിൽ ഒരു സർവൈവൽ ഡ്രാമയാണ്. ദൃശ്യം 1ലൂടെയും 2ലൂടെയും നടന്ന ആ ഒരു കഥാപശ്ചാത്തലത്തിന്റെ പേരിൽ പല ക്യാരക്ടേഴ്സിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ, അതുപോലെ പല ക്യാരക്ടേഴ്സിന്റെയും മാനസികാവസ്ഥ, എസ്പെഷ്യലി ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥ, ഇതെല്ലാമാണ് ദൃശ്യം 3യുടെ ഒരു ഇതിവൃത്തം എന്ന് പറയാം നമുക്ക്. ഞാൻ പലരും പറയുന്നത് കേട്ടു, ദൃശ്യം 1ലെയും 2ലെയും പോലെ ഒരു വാവ് മൊമെന്റ് ദൃശ്യം 3ക്ക് നൽകാൻ സാധിച്ചില്ല എന്ന്. സുഹൃത്തെ, ദൃശ്യം 3യുടെ വാവ് മൊമെന്റ് എന്ന് പറയുന്നത് ജോർജ് കുട്ടി തന്നെയാണ്. അതായത് ജോർജ് കുട്ടി ആ സ്ക്രീനിൽ നിന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ആ ടെൻഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ജോർജ് കുട്ടി അവിടെ നിന്ന് ആശ്വസിക്കുമ്പോൾ ആ ആശ്വാസം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ജോർജ് കുട്ടി ആ സ്ക്രീനിൽ നിന്ന് സന്തോഷിക്കുകയാണോ ആ സന്തോഷം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വാവ് മൊമെന്റ് ആ സിനിമയ്ക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ജോർജ് കുട്ടി എന്തിന് ഇതൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആളുടെ ഫാമിലിയാണ് ഏറ്റവും വലുത്. ആ ഫാമിലിനെ രക്ഷിക്കാൻ വേണ്ടി ആൾ ഏതറ്റം വരെയും പോകും. പക്ഷെ ആള് ഏതറ്റം വരെയും പോയതുകൊണ്ട് ആൾക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിച്ചു, ഇതാണ് ദൃശ്യം 3യിൽ നിങ്ങൾ കാണുന്നത്. അല്ലാതെ അതിനൊരു ക്രൈം, അതായത് ഇനിയൊരു ക്രൈമിന്റെ ഒരു ഇത് ആ സിനിമയിൽ ഈ ദൃശ്യം ഫ്രാഞ്ചൈസിൽ തന്നെ കാണിക്കാനില്ല. കാരണം ദൃശ്യം 2ലൂടെ നമ്മൾ കണ്ടതാണ്, അവസാന തെളിവുകളായിട്ടുള്ള എല്ലുകൾ വരെ ജോർജ് കുട്ടി അത് ഇല്ലാതാക്കി അവിടെ. സോ ഈ ഇൻസിഡൻസിന് ശേഷം ആ ഫാമിലിയിൽ എന്ത് സംഭവിക്കുന്നു, ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇവരുടെ ജീവിതമാണ് ദൃശ്യം 3ന്റെ കഥ. ദൃശ്യം 3ന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ദൃശ്യം 1 ഫസ്റ്റ് ഹാഫിന്റെ പോലെ. ദൃശ്യം 1 ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എന്താ പറയുക, വളരെ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് കോൺവെർസേഷൻസ്, അങ്ങനെയൊക്കെ തന്നെയാണ് ദൃശ്യം 3ന്റെ ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാറിയത് എന്താണെന്ന് വെച്ചാൽ ജോർജ് കുട്ടി ഒന്നുകൂടി വളർന്നതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ അഞ്ജുവിന്റെ കല്യാണാലോചനകൾ ആണ് ദൃശ്യം 3യുടെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന വേറൊരു കാര്യം. അപ്പോൾ അത് പല കാരണങ്ങൾ കാരണം മുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതിയിലൂടെയാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി പയ്യെ പയ്യെ മറന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിതിൽ കാണാം. എന്നാൽ അത് അങ്ങനെ എളുപ്പം മറക്കാനായിട്ട് ഒരാൾക്ക് അത് അത്ര എളുപ്പം മറക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതും നമുക്ക് ഫസ്റ്റ് ഹാഫിലൂടെ കാണാം. സോ ദൃശ്യം 3യുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ ജോർജ് കുട്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള എന്തിനു വേണ്ടി ജോർജ് കുട്ടി അതിൽ ഇതൊക്കെ ചെയ്തു എന്നുള്ളതിനുള്ളൊരു ഉത്തരം നമുക്ക് സെക്കൻഡ് ഹാഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ജിത്തു ജോസഫിന്റെ ഒരു മേക്കിംഗ് ശൈലി അറിയാലോ. ആള് മേക്കിങ്ങിനേക്കാൾ കൂടുതൽ സ്ക്രിപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്.
അതായത് സ്ക്രിപ്റ്റ് ചെറുതായിട്ടൊന്ന് വീക്കായാലും മേക്കിങ്ങിലൂടെ അതിന്റെ മ്യൂസിക്കിലൂടെയൊക്കെ ഈ സിനിമയെ എലവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ജിത്തു ജോസഫ് ചെയ്യാറില്ല. ആള് സ്ക്രിപ്റ്റ് എത്രത്തോളം ഡെപ്തിൽ എഴുതാൻ പറ്റുമോ അത്രത്തോളം ഡെപ്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് വെച്ച് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ജിത്തു ജോസഫ്. എന്നാൽ ദൃശ്യം 1ഉം 2ഉം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റിൽ എവിടെയോ ചെറിയ കുറച്ച് കുറവുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായി. പക്ഷെ അതിനെ മേക്കിംഗ് വെച്ചല്ല ജിത്തു ജോസഫ് തരണം ചെയ്തത്. ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചിട്ടാണ്. സ്ക്രിപ്റ്റ് എവിടെയൊക്കെ വീണുപോയി എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാലും സ്ക്രീനിൽ ജോർജ് കുട്ടീനെ കാണുമ്പോൾ ആ ജോർജ് കുട്ടി ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ജോർജ് കുട്ടി ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ജോർജ് കുട്ടി ആശ്വാസത്തോട് ഇങ്ങനെ ഇങ്ങനൊരു നെടുവീർപ്പിട്ട ആ പ്രേക്ഷകനും തിയേറ്ററിൽ നിന്നിട്ട് ആ നെടുവീർപ്പിടുന്നത്. അത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് ലാലേട്ടൻ ബ്ലെൻഡായി ആ ക്യാരക്ടറിനോടുള്ള ഒരു അടുപ്പം നമുക്ക് വന്നു എന്നുള്ളതാണ് കാര്യം. ലാലേട്ടനെ കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ റാണി, അഞ്ജു എന്നിവരുടെ ക്യാരക്ടറിന് എനിക്കെന്തോ ഫസ്റ്റിലും സെക്കൻഡിന്റെ അതിലുള്ള അത്രയും എനിക്ക് ഒരു അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എസ്തർ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എസ്തറിന്റെ ഒരു ക്യാരക്ടർ എന്തെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജെൻസി വൈബൊക്കെ ഉള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സോ പഴയ ആ ഒരു കാഴ്ചപ്പാടുകൾക്കൊക്കെ എതിരായിട്ടെന്നല്ല, അങ്ങനെ അല്ലാതെ പുതിയ രീതികളിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എസ്തറിന്റെ ക്യാരക്ടർ. എസ്തർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചില പഴയ ക്യാരക്ടേഴ്സിന്, അതായത് മുന്നേ നമ്മൾ കണ്ട് ദൃശ്യം ഫ്രാഞ്ചൈസിൽ തന്നെ ഉള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് സെക്കൻഡ് ഹാഫിൽ തോന്നി. അതേപോലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മളൊരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് കണ്ട ആന്റണി പെരുമ്പാവൂർ ഈ സിനിമയിൽ SIO CI ആയിട്ടൊക്കെ ചെറിയൊരു ക്യാമിയോ പോലെ വന്നു പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ ഒരു 40 മിനിറ്റോളം വളരെ എൻഗേജിങ് ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ജിത്തു ജോസഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ മറയ്ക്കാനായിട്ട് ഒരു ക്രൈം ഇല്ലാത്തത് കാരണം തന്നെ ലാലേട്ടന്റെ ആ ഒരു ഹീറോയിസത്തെ ഒരു പൊടിക്ക് യൂസ് ചെയ്യാനായിട്ടും ജിത്തു ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വിജയം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ വരുമ്പോൾ ദൃശ്യം 1ലും 2ലും നമ്മൾ കണ്ട പോലത്തെ ആ ഒരു വാവ്, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്ലൈമാക്സ് അല്ല ഇതിൻ്റെ. കാരണം ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ക്രൈം ത്രില്ലറിൽ നിന്ന് മാറി ഇതിന്റെ ജേണർ ഒരു സർവൈവൽ ഡ്രാമയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ ക്ലൈമാക്സിൽ വന്നിരിക്കുന്ന ആ ഒരു ത്രെഡ്, അതായത് ലാലേട്ടന്റെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ തന്നെ, അതായത് ജോർജ് കുട്ടീനെ തന്നെ എന്താ പറയാ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ട്രെയിലർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചവർക്ക് ഈ കാര്യം മുന്നേ മനസ്സിലായിട്ടുണ്ടാവും. ഞാനും എന്റെ മുന്നത്തെ വീഡിയോയിൽ ഇതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ജോർജ് കുട്ടി മെന്റലി ഇത്ര ഡൗൺ ആയ പോലെ തോന്നുന്നുണ്ടെന്ന്. ഇത് പല റിവ്യൂവേഴ്സും യൂട്യൂബേഴ്സും ഇങ്ങനെ ട്രെയിലർ ഡീകോഡിങ് നടത്തുന്നവരൊക്കെ ഡീകോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചില ട്രോൾ പേജസിലല്ല, ഒരു ട്രോൾ പേജിൽ ഞാനൊരു ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റ ചുമ്മാ സർഫ് ചെയ്യാനായിട്ട്. അതായത് ഈ വരുൺ പ്രഭാകരനെ കൊന്ന സമയത്ത്, അതായത് വരുൺ പ്രഭാകർ കൊല്ലപ്പെട്ട സമയത്ത് തന്നെ ഒരുപക്ഷെ ഈ കേസില് നമ്മളെന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടി സറണ്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ജീവപര്യന്തം കഴിഞ്ഞ് സമാധാനമായിട്ട് ഇറങ്ങി വരുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ജോർജ് കുട്ടി അത് ചെയ്തില്ല? ഇതിനുള്ള ഉത്തരം ഈ സിനിമയിലുണ്ട്. ട്രെയിലറിലായാലും ദൃശ്യം 1ലും 2ലും ഒക്കെ ആയാലും ജോർജ് കുട്ടി സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്റെ കുടുംബം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആ കുടുംബത്തെ രക്ഷിക്കാൻ ആൾ ഏതറ്റം വരെയും പോകും. ഇതാണല്ലോ ജോർജ് കുട്ടിയുടെ ഒരു ലൈൻ. അപ്പോ എന്തുകൊണ്ട് ജോർജ് കുട്ടി അന്നേ വേണമെങ്കിൽ കീഴടങ്ങാമായിരുന്നു, അന്ന് ചെയ്തില്ല? എന്തിനെ ഈ ഒരു ദൃശ്യം 1ലും 2ലും നടന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ജോർജ് കുട്ടിയുടെ വായിൽ നിന്ന് അത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ദൃശ്യം 3 കാണണം. പിന്നെ ഈ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് അത്ര വലിയ ഒരു ടെക്നിക്കലി വെൽ ബിൽട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. ഇതിന്റെ വളരെ ഡെപ്തില് ജിത്തു ജോസഫ് ഇത് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും സ്ക്രിപ്റ്റിൽ കുറച്ച് പോരായ്മകൾ ഉള്ള പോലെ തോന്നി. ഇതെന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാൽ നീ പോയി കഥ എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കഥ എഴുതാനായിട്ട്. ഞാൻ കണ്ട ഒരു സിനിമയുടെ എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ എന്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയനിൽ എനിക്ക് ദൃശ്യം 3 വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ദൃശ്യം 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ കൃത്യമായി പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇത് ദൃശ്യം 1, 2 പോലെയല്ല. ദൃശ്യം 3 ഈസ് ഡിഫറെന്റ്. സോ ദൃശ്യം 3 എങ്ങനെ ഡിഫറെന്റ് ആവുന്നോ ആ ഒരു രീതിയിൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് ആ സിനിമ പോയി കണ്ടാൽ മനസ്സിലാവും. എന്നിരുന്നാലും ഇതൊരു ഫ്രാഞ്ചൈസ് ആണല്ലോ,
അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രാഞ്ചൈസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദൃശ്യം 1 തന്നെയാണ്. അതിനുശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദൃശ്യം 2 ആണ്. അതിനുശേഷമാണ് ദൃശ്യം 3. പക്ഷെ ദൃശ്യം 3 അതുകൊണ്ട് ഒരു മോശം പടമാണെന്നല്ല ഞാൻ പറയുന്നത്. ദൃശ്യം 3 ഈസ് എ വെരി ഗുഡ് ഫിലിം. പക്ഷേ നിങ്ങൾക്ക് ദൃശ്യം ഫ്രാഞ്ചൈസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കിളി പോകുന്ന ഒരു സാധനം ചിലപ്പോൾ ദൃശ്യം 3 നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ ദൃശ്യം 3 ആസ് എ ഫിലിം ഇസ് വെരി നൈസ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇനിയും നമ്മളുടെ ഒരുപാട് പ്രീസെയിൽ റെക്കോർഡുകളും 100 കോടി ക്ലബിലൊക്കെ കയറിയ പോലെ ഇനിയും ഒരുപാട് റെക്കോർഡ് 200 300 കോടിയൊക്കെ നേടി മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കായി ദൃശ്യം 3 മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. സോ ബൈ. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു.